ഇന്ത്യയിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. CJP എന്ന് പറയുന്നൊരു വേർഡിങ് നമ്മൾ ആദ്യം കേൾക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് CPM ജനതാ പാർട്ടി എന്ന് പറയുന്ന നിലക്ക് ഒരു പാർട്ടിയുണ്ട് എന്നുള്ള നിലക്കുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോഴാണ്. ഇതല്ല, ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നെയിമാണ് CJP എന്ന് പറയുന്നത്. ആ CJP എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ BJPക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത് അത് പ്രതിപക്ഷത്തിന് എങ്ങനെ ഭീഷണിയാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഞാൻ വിശദമായി വീഡിയോ ചെയ്തിരുന്നു. കാരണം പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒന്നും രാജി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് നീറ്റ് പരീക്ഷ നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള അക്കൗണ്ടബിൾ ആകേണ്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല. അദ്ദേഹം ഹരിയാനയിലടക്കം മറ്റ് നിരവധി സ്ഥലങ്ങളിലടക്കം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ വഹിക്കുകയും അവിടെയൊക്കെ ഏതൊക്കെ പാർട്ടികൾ എങ്ങനെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വോട്ടുകൾ സ്പ്ലിറ്റാകുമെന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഓരോ മതത്തിലും ജാതിയിലും സമുദായത്തിലുമുള്ള ആളുകളെയൊക്കെ തന്നെ സ്വതന്ത്രരായി പോലും തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എതിർ പാർട്ടികളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും അവിടെ ജയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വലിയ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്നൊന്നും കേന്ദ്ര ഗവൺമെൻറ് കൈവിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായിട്ടുള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലെ വരിക്കാർ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 കോടിയോളം അടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. 2,20,00,000 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഈ പറയുന്ന നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഉണ്ടായിരിക്കുകയാണെന്നും, നീറ്റ് പരീക്ഷ മാത്രമല്ല, ഞാനൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ പരീക്ഷ, IIMൻ്റെ പരീക്ഷ പോലും ഇതുപോലെ ലീക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതും, അന്ന് നടത്തിയിരുന്ന പല മെഡിക്കൽ പരീക്ഷകളൊക്കെ ലീക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതും, ആ ലീക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ആളുകളെ പിടികൂടിയപ്പോൾ അവർക്ക് 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി വലിയ തോതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം കൊണ്ട് നമുക്കറിയാം അത് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത് BJPക്കാണ്, കേന്ദ്രം ഭരിക്കുന്നവർക്കാണ്, NDAക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്തേത്, പ്രതിപക്ഷത്തിനെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല. അവരുടെ പാർട്ടികൾ ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ഏറ്റെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല, സമരം ചെയ്യുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് തിരുത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യവുമൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവരെ കൊണ്ടും തന്നെ ഫെഡപ്പായിരിക്കുകയാണ്, മടുത്തിരിക്കുകയാണ് എന്നുള്ളത് ചുരുക്കം. അതുകൂടാതെ മറ്റൊരു പ്രധാന വിഭാഗത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി എടുക്കുന്നത്. ആ പ്രധാന വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഗോദി മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും നിലനിൽക്കുന്ന പല സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും ഒന്നും തന്നെ അവർ ചോദ്യം ചെയ്യുന്ന ഒരു നാലാമത്തെ ഈ പറഞ്ഞ പോലെ പില്ലറായി മാറേണ്ടതിന് പകരം പലപ്പോഴും ഒരു ഭജന സംഘമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെയും പ്രത്യേകിച്ചും വലിയ പഴയ പാരമ്പര്യ മാധ്യമങ്ങളായിട്ടുള്ള പത്രങ്ങളുടെയും ഒക്കെ തന്നെ പണി തീരാനുള്ള സംഗതികൾ കൂടി ഇതിനകത്തുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെ പടച്ചുവിടുന്ന വാർത്തകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയൊന്നും യാതൊരു വിധത്തിലുള്ള വികാരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നുമില്ലാതിരിക്കെ തന്നെ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ മാത്രം കാണുന്ന, ഇൻസ്റ്റാ റീലുകൾ മാത്രം കാണുന്ന, ഫേസ്ബുക്കിലൂടെ വിവരങ്ങൾ അറിയുന്ന, യൂട്യൂബിലൂടെ വിവരങ്ങൾ അറിയുന്ന 18 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള ഒരു ജൻസികൾ എങ്ങനെയാണ് അവരുടെ അഭിപ്രായ രൂപീകരണം നടത്തിയതെന്നും അവർ ഗവൺമെൻറ് ചെയ്യുന്ന നടപടികളിൽ എങ്ങനെയാണ് അസ്വസ്ഥരായത് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അസ്വസ്ഥരായത് ചിന്തിക്കുമ്പോഴാണ് ഇവരുടെ ചില ഡിമാൻഡുകൾ നമുക്കറിയാൻ കഴിയുന്നത്. ഈ പാർട്ടിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ജസ്റ്റിസുമാർക്ക് ആർക്കും തന്നെ ഞങ്ങൾ രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിരമിച്ചാൽ ഉടനെ തന്നെ രാജ്യസഭാ സീറ്റുകൾ കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വിധികൾ അതിനു മുമ്പ് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആരോപണം ജസ്റ്റിസുമാർക്കെതിരെ ഉണ്ടെന്നും, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഇല്ലാതായി എന്ന് പറയുന്ന വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് ഈ കാര്യത്തിന് ഈ ജൻസികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാൻ സീറ്റുകൾ ഉയർത്തേണ്ടതില്ലെന്നും, ആ ഉയർത്താതെ തന്നെ 50% സംവരണം കൊടുക്കണമെന്നും, ആ സംവരണം ക്യാബിനറ്റിൽ റാങ്ക് പദവികളിലടക്കം മന്ത്രിമാർക്കടക്കം കൊടുക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനോട് എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറക്ക് വലിയ ആഭിമുഖ്യമുണ്ടായത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങളൊന്നും എഴുതുകയോ പറയുകയോ ചെയ്യാതിരുന്നിട്ട് പോലും. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
ഒരു വോട്ട് പോലും അർഹതപ്പെട്ട ഒരു വോട്ട് പോലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഞങ്ങൾ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ആർക്കെതിരെയുള്ള വെല്ലുവിളികളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ പ്രക്ഷോഭവുമായി വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ 25 ലക്ഷം പേർ വോളണ്ടിയർ ആകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം പതിവ് പോലെ തന്നെ ആ ക്യാമ്പയിനും ഇടയ്ക്ക് വെച്ച് വിട്ടു. കാരണം ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വലിയ സർജ് ഉണ്ടായിരുന്നു, വലിയ ഫോളോവേഴ്സിൻ്റെ സർജ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അതും വിട്ടു. ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസ് എത്രത്തോളം കുറവാണെന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അംബാനിക്കും അദാനിക്കും അടക്കമുള്ള കോർപ്പറേറ്റ് ഹൗസുകളുടെ ചാനലുകൾ അവരുടെ ലൈസൻസുകൾ ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയുന്നതിന് അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ മോദി സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്നവരുടെ ഈ പറഞ്ഞ പോലെ നാവായി മാത്രം, അവർക്ക് സ്തുതി പാടുന്ന ഭജന സംഘമായി മാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം. അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. കാരണം ആ മാധ്യമ അവതാരകരുടെ എല്ലാം തന്നെ, ഈ ഗോദി മീഡിയയുടെ അവതാരകരുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്ന് പറയുന്നതിന് പോലും വലിയ പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുമ്പ് തന്നെ വലിയൊരു TV ചാനലിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്ന രാബീഷ് കുമാറിന് എത്രത്തോളം വലിയ പിന്തുണയാണ് കിട്ടിയത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള 30 കോടിയോളം വരുന്ന വലിയൊരു ജനസംഖ്യയിലെ നിരവധി ആളുകളൊക്കെ തന്നെ, അതായത് ഒരു ജനതയുടെ മാറ്റത്തിന് ചാലകശക്തിയായി മാറാൻ കഴിയുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തുകൊണ്ടല്ല, സോഷ്യൽ മീഡിയയിൽ എന്നെ പോലെയൊക്കെയുള്ള കുറച്ച് ആളുകൾ സത്യം ഇതുപോലെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങളുടെ ഇൻഫ്ലുവൻസും നിങ്ങളുടെ സ്വാധീനവും വളരെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ കൂടിയായിട്ടുള്ള ഒരു പ്രക്ഷോഭമായി ഇത് മാറുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെയും അതുപോലെ പ്രതിപക്ഷത്തെയും മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിലനിൽക്കുന്ന മാധ്യമങ്ങളെയും, ഈ പറഞ്ഞ അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളെയും ഗോദി മീഡിയയും ഒക്കെ തൂത്തെറിയാൻ പോകുന്ന ഒരു പ്രക്ഷോഭം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റവും ആ സിസ്റ്റത്തോട് സമരസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നിരവധി ആളുകളെയും ഒക്കെ തന്നെ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന നഗ്നമായിട്ടുള്ള ഒരു അഴിമതി, അതായത് അഴിമതികളൊക്കെ തന്നെ ലീഗലൈസ് ചെയ്യുന്ന ഒരു പണി ഇവിടെ നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 6000-ലധികം കോടി രൂപ പിരിക്കുകയും അതിൽ വലിയ പണം 12,000 കോടി രൂപയിലധികം പിരിക്കുകയും അതിൽ 6,000 കോടി രൂപ, ഏതാണ്ട് 47% BJP തന്നെ മേടിക്കുകയും ബാക്കി 1000-ലധികം കോടികൾ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ മേടിക്കുകയും അതിനുശേഷം ഇതിനെക്കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു മുഖ്യധാര മാധ്യമവും തന്നെ അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമങ്ങളും ഒക്കെ തന്നെ വാർത്ത കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദ ക്വിൻറ്റ് പോലെയുള്ള, മിൻറ്റ് പോലെയുള്ള, വയറ് പോലെയുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, അതിൽ മെഡിക്കൽ ഫാർമ കമ്പനികളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തെന്തിനാണ്, അവരുടെ മരുന്നുകൾ കഴിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടും നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയരാകുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം ആളുകളുടെ പരസ്യം ഇവിടെയുള്ള പരമ്പരാഗത മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നേരത്തെ തന്നെ ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ബൂസ്റ്റും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതിഫലനമാണ് നമുക്കറിയാം വിജയ് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതിഫലനം കാത്തിരുന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള മീംസുകൾക്കും അതുപോലെ അവരിടുന്ന പോസ്റ്റുകൾക്കും അവരിടുന്ന ഷെയറുകൾക്കും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം കിട്ടുമ്പോൾ ഇതൊന്നും ഉയർത്തി കാണിക്കാത്ത മാധ്യമങ്ങളുടെയും പരമ്പരാഗത മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും ഒക്കെയുള്ള കരണത്തടി കൂടിയാണ് ഇതെന്നുള്ളത് നിങ്ങളടക്കമുള്ള ആവേശ കമ്മിറ്റിക്കാർ, ഇപ്പം ഇത് ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നവർ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അതുകൊണ്ട് താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൽ പോഡ്കാസ്റ്റുകളും വളരെ ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂകളും മാത്രം ഇടാനുള്ള ഒരു ചാനലാണ്.
കാരണം 10 മിനിറ്റും 20 മിനിറ്റും കൊണ്ട് വീഡിയോകൾ കൊണ്ടൊന്നും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. വളരെ ക്ലാരിറ്റിയോടുകൂടി അതൊക്കെ പറയണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളടങ്ങുന്ന വീഡിയോകൾ വേണ്ടിവരും. അത്തരത്തിലുള്ള ആദ്യത്തെ പോഡ്കാസ്റ്റ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് 1 മണിക്കൂറും 42 മിനിറ്റുമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കാണണം. 2021 വലിയ നേട്ടങ്ങളോടുകൂടി അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഭരണം വലിയ മോശമൊന്നും അല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കപ്പെട്ടതെന്നും ആ തകർക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മാധ്യമങ്ങളും ഒക്കെ തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ പോഡ്കാസ്റ്റുകളിലുള്ളത്. ആ പോഡ്കാസ്റ്റ് കണ്ടു തീർത്തതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങളെല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാനലിൻ്റെ പേര് മറന്നുപോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും കൂടി നിർമ്മിച്ചിട്ടുള്ള പൊതുബോധങ്ങളുണ്ട്. ആ പൊതുബോധങ്ങൾക്കും അപ്പുറം എന്നുള്ളതാണ് ആ ചാനലിൻ്റെ പേര്. അതാണ് ഇംഗ്ലീഷിൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ പൊതുബോധങ്ങൾക്കും അപ്പുറമുള്ള നിരവധി കാര്യങ്ങളായിരിക്കും ഞാൻ ആ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസം ഒരു 2-3 എപ്പിസോഡെങ്കിലും ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്രത്തോളം കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ടുകൾ ഉണ്ടാവണം. ആ സപ്പോർട്ടിന് 2 തരത്തിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊന്ന് നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത് ലെവൽ 1 മുതൽ ലെവൽ 6 വരെ ഉള്ളതുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ കഴിയാവുന്ന മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലുപരി നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുകയും കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രപാണിയിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് നമ്മളത് റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കാണുകയും താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ആ അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നൽകുന്നത്, നിങ്ങളുടെ സപ്പോർട്ടും.